ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഡേ 6 മോർണിംഗ്, സമയം 7 മണി. ഞാൻ എന്തായാലും എണീക്കും. സാധാരണ 6 മണിക്കാണ് എണീച്ചുകൊണ്ടിരുന്നത്. ഇന്നൊരു മണിക്കൂർ ലേറ്റായി, ബിക്കോസ് ഇന്നലെ കിടക്കാൻ വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഞാൻ എന്തായാലും റൂമിൽ തന്നെ ചെയ്യാൻ പോവാണ്. ഈവനിങ് നമുക്ക് പുറത്ത് ചെയ്യാം. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 10 minutes കാർഡിയോ, പിന്നെ ഒരു കുറച്ച് കോർ ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ കുറച്ച് ലെഗ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ അത്രയേ ഉള്ളൂ. കൗണ്ട് കൂട്ടി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഒരു നോർമലായിട്ട് ഒരു 5, 6, 7 ആണ് ചെയ്യാറുള്ളത്. അതിന് പകരം ഒരു 8, 9, 10 ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. സോ ഭക്ഷണം കഴിച്ചു, മേല് കഴുകി, ഡ്രസ്സ് മാറ്റി, എല്ലാം. തലയിൽ മൊത്തം എണ്ണയാണ്, അതാണ് മുടി ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യം വൃത്തിക്കിരിക്കേണ്ടതാണ്. ഞാൻ കുളിച്ച് ഷാമ്പു ചെയ്ത് കളഞ്ഞിട്ടില്ല, ജസ്റ്റ് എണ്ണ തേച്ച് കുളിച്ച കാരണം ഷാമ്പു ചെയ്ത് കളയാത്തതുകൊണ്ടാണ് തല ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യം, രാവിലെ എണീച്ചപ്പോൾ തന്നെ കുറേ വെള്ളം കുടിച്ചു, നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഓക്കെ. ബുക്ക് ഇന്നലെ വ്ളോഗിൽ പറഞ്ഞിരുന്നു, തീർന്നു ഓൾമോസ്റ്റ്. ഒരു മൊത്തത്തിൽ ഒറ്റ ഇരിപ്പം ഞങ്ങൾ വായിച്ചു തീർത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ വേറെ ഒരു എന്താ പറയുക, ഒരു മൂഡ് വന്നപ്പോൾ ഇരുന്ന് അങ്ങ് വായിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വായിക്കാൻ വേറെ ബുക്ക് തപ്പണം. ഒരു ഇത്രയും കൂടെ വായിക്കാനുണ്ട്. ബുക്ക് തയ്ക്കുന്നു, ബുക്ക് മാർക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടെ വായിക്കാനുണ്ട്. അത് ഇന്ന് തീർത്തിട്ട്, അല്ലെങ്കിൽ ഇന്ന് നോക്കാം. ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. പുതിയൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഓൺലൈൻ വായിക്കാത്രയ്ക്ക് താല്പര്യമില്ല. ഒരു ബുക്ക് ഓർഡർ ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് സജഷൻ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എന്തായാലും നോക്കാം, ഒരു ചാൻസ് കൊടുക്കാം. അപ്പം എന്തായാലും അത് കഴിഞ്ഞു. പിന്നെ ഇന്ന് ലാബിൽ പോയിട്ട് ഒത്തിരി പണിയുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് വലിയ ഏർപ്പാടൊന്നുമില്ല. ഒരു പഴയ കുർത്തയായിട്ടിരിക്കുന്നത്, നല്ല കുർത്ത അന്ന് നമ്മൾ വീട്ടിൽ പോയപ്പോൾ എടുത്തതായിരുന്നു, വിഷുവിന് പോയപ്പോൾ. പക്ഷേ അതിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അത് കാരണം അത് ഇടുന്നില്ല. ഒരു പഴയ കുർത്ത ഇട്ടിരിക്കുന്നത്, ഇതിൽ കെമിക്കലൊന്നും ആയാലും പ്രശ്നമില്ലാത്ത ഒരു കുർത്ത എടുത്തത്. വേറെ ഇപ്പോൾ പറയാൻ വേണ്ടി മാത്രം അപ്ഡേറ്റ്സ് ഒന്നുമില്ല. സോ റെഡി ആയതിനു ശേഷം ബാഗ് പാക്ക് ചെയ്യാണ്. ആദ്യം ലാപ്ടോപ്പ് എടുത്തു വെച്ചു, പിന്നെ ലാപ്ടോപ്പിൻ്റെ കൂടെ ആവശ്യമായ ചാർജർ, മൗസ്, തേങ്ങ, മാങ്ങ, ചക്ക, അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ചക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ചക്ക വറുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് റൂമും പൂട്ടി കുപ്പി എടുത്ത് നേരെ ലാബിലേക്ക് വിട്ടു. ലാബിൻ്റെ അവിടുത്തെ ഫിൽറ്ററിൽ നിന്നാണ് കുപ്പി നിറയ്ക്കാറ്. കാലിക്കുപ്പിയായിട്ടാണ് പോകുന്നത്. അതും പോരാഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിൽ വന്ന് ഒരു ബൂസ്റ്റും കുടിച്ചു വെച്ചു. വീണ്ടും ഹൈ ഗൈസ്, തിരിച്ച് 8 മണി 8 കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് ലാബിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ യൂഷ്വലി ഞാൻ സെക്കൻഡ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഔട്ട്ഡോർ സെഷൻ ചെയ്തുകൊണ്ടിരുന്നത് 6 o'clock 6:30 ആവുന്ന സമയത്താണ്. ആ സമയത്ത് ഗ്രൗണ്ടിൽ കൂടെ നടക്കാൻ നല്ല രസമാണ്, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ ഇൻഡോറാണ് ചെയ്തത്. അപ്പോൾ ഒരു ഔട്ട്ഡോർ സെഷൻ എന്തായാലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 8:30 പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് വന്ന് അറ്റൻഡൻസ് കൊടുത്ത് 8:45 തൊട്ട് ഇപ്പോൾ സമയം 8:45 അല്ല 8:30 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സമയം 9:20, ഓൾമോസ്റ്റ് 45 minutes അഗെയിൻ. എങ്ങനെയോ ഞാൻ എത്തിച്ചു. നടന്നു, കോറിഡോറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. പിന്നെ പുറത്തുള്ള ആ ഒരു ഗ്രൗണ്ട് പോലത്തെ സംഭവം കാണിച്ചു തന്നിട്ടില്ല, അവിടെ നടന്നു. അങ്ങനെ എല്ലാം കൂടെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്ന് 45 minutes തികച്ചത് ഔട്ട്ഡോർ. നാളെ എന്തായാലും രാവിലെ എന്തൊക്കെ പറഞ്ഞാലും രാവിലെ ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്യും. ബിക്കോസ് എനിക്ക് രാത്രി ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ലാബിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകും. അപ്പോൾ കുറച്ചൊന്ന് സ്വെറ്റ് ഒന്ന് പോയി കുളിക്കണം. ബിക്കോസ് 2-3 ദിവസമായി കുളിച്ചിട്ട്, വിഷുവിന് കുളിച്ചതാണ്, പിന്നെ കുളിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനുണ്ട്, ബുക്ക് വായിക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് എന്താണെന്നറിയില്ല, കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദാഹമായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെയും കുപ്പിയും തൂക്കിക്കൊണ്ട് ആ കൊറിഡോറിൽ ഇരുട്ടത്ത്
ബാക്കിൽ ലൈറ്റുണ്ട്, പക്ഷെ എന്നാലും ഇരുട്ടത്തൂടെ നടന്നു പോയി, വെള്ളം നിറച്ചു. അതിനുശേഷം അലക്കിയെടുത്തത് ഡ്രസ്സും പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സും എല്ലാം മടക്കി എടുത്തു വയ്ക്കേണ്ടായിരുന്നു. എടുത്തു വെച്ചതിന് ശേഷം നേരെ ഭക്ഷണം സാധന സംക്രമ വസ്തുക്കൾ വെക്കുന്ന പണിയിലേക്കായി. ഞാൻ സോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒരു കാർഡ്ബോർഡ് ബോക്സിലും ഒരു പ്ലാസ്റ്റിക് ബോക്സിലുമാണ്. പ്ലാസ്റ്റിക് ബോക്സിൽ പെരിഷബിൾ ഗുഡ്സും, മറ്റേതിൽ ഈ കാപ്പിപ്പൊടി, പിന്നെ നമ്മുടെ കടല, പഞ്ചസാര ഉണ്ട്, ഞാനത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബൂസ്റ്റ് ഇല്ലാത്തൊരു കളിയില്ല. അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ CV എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു കാലിപാത്രം ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് മുകളിൽ വെച്ചു. അത് പീനട്ട് മറ്റേ ക്യാൻഡി കഴിഞ്ഞുള്ള അതിൽ കാണിച്ചത്, അതും കഴിച്ചിരുന്നു. അതായിട്ട് നേരെ നമ്മൾ വർക്കിലേക്ക് ഇരുന്നു. ആദ്യം കുറച്ച് പേപ്പേഴ്സ് ഓർഗനൈസ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ച പേപ്പേഴ്സാണ്. അതെല്ലാം ഫയൽ ചെയ്തു. അങ്ങനെ ഫയൽ ചെയ്തതിന് ശേഷം നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ ചെയ്തതെല്ലാം ഫയൽ മാറ്റി വെച്ചാണ്. അപ്പോൾ പ്ലാൻ ചെയ്തതെല്ലാം നേരെ എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ അതൊക്കെ വേഗം ഗുനുഗുനാന്നും പറഞ്ഞ് എഴുതി വെച്ചു. ഈ ബോർഡ് വാങ്ങിച്ചത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, പക്ഷേ വാങ്ങിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല സൗകര്യമായിരുന്നു ഈ ബോർഡ് വാങ്ങിച്ചപ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് മെയിൽസൊക്കെ വായിക്കാനുണ്ടായിരുന്നു. മെയിൽസ് വായിച്ചു. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബുക്കും കൂടെ വായിച്ചായിരുന്നു, പക്ഷെ അത് എന്തോ റെക്കോർഡായിരുന്നില്ല. തൊട്ടടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്, അത് വായിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും കണ്ടതിൽ താങ്ക് യു. വേറെ വ്ലോഗായിട്ട് പിന്നെയും കാണാം.